ഭാരതത്തിന്റെ പ്രത്യേകത എന്നുള്ളത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് എല്ലാ മതങ്ങൾക്കും അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും അവരവരുടെ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനും അത് പ്രഘോഷിക്കാനും ഒക്കെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു രാജ്യമാണ്. ആ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഉത്തരവാദിത്വം എല്ലാ അധികാര സ്ഥാനങ്ങൾക്കുമുണ്ട്. അത് ഏത് മതവിഭാഗങ്ങളായാലും അവർക്ക് സ്വതന്ത്രമായും അതുപോലെ തന്നെ യാതൊരു ഭയപ്പാടും കൂടാതെ ജീവിക്കുവാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അത് സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. ഒരു മതേതര രാജ്യമായ ഇന്ത്യയിൽ വഖഫ് നിയമം അത് മറ്റു മതങ്ങൾക്ക് മുകളിലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് ഓരോ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള സംവിധാനങ്ങളും ഭരണഘടന അനുശാസിക്കുന്നതായിട്ടുള്ള അത് സൗകര്യങ്ങളും ഒക്കെയുണ്ട്. അത് ഒരു തരത്തിലും ഒരു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളോ അല്ലെങ്കിൽ ഒരു മതത്തിന് ഉണ്ടായിരിക്കുന്ന സംവിധാനങ്ങളോ അത് മറ്റൊരു മതത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമായിട്ട് നമ്മളാരും കാണുന്നില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനും പരസ്പരം കോംപ്ലിമെന്റ് ചെയ്തു പോകേണ്ടതുമായിട്ടുള്ള അതാണ് നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഒരു മതത്തിന് വേറൊരു മതത്തിന്റെ അവകാശങ്ങളിലേക്ക് കടന്നു കയറുകയോ അല്ലെങ്കിൽ ഒരു മതത്തിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതൊരു മറ്റൊരു മതത്തിന്റെ അവകാശ നിഷേധമായിട്ടോ ഒന്നുമല്ല നമ്മളതിനെ കാണുന്നത്. നമ്മളിതിനെല്ലാം ഒരേ എന്താ പറയുക എല്ലാവർക്കും ഒരുമിച്ച് സഹവർത്തിത്വത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പള്ളിക്കൂടങ്ങളിൽ നിസ്കരിക്കാൻ അവസരം വേണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംഘർഷം നടന്നതായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടു. അപ്പം ഈ ഒരു നിയമം മതേതര രാജ്യമാണ്, ഓരോരുത്തർക്കും അവരുടേതായ അവകാശങ്ങളുണ്ടെന്ന് പറയുമ്പോൾ പോലും വഖഫ് നിയമപ്രകാരം 2013 ഭേദഗതി പ്രകാരം നിസ്കരിക്കുന്ന സ്ഥലം അത് അവിടെ നിന്ന് അവർ ഒഴിഞ്ഞു പോയാൽ പോലും വഖഫിൻ്റെതായി കണക്കാക്കപ്പെടുമെന്നുണ്ട്. അപ്പോൾ ഈ നിയമം തീർച്ചയായും ഭേദഗതി ചെയ്യപ്പെടേണ്ടതല്ലേ? അത് സ്കൂളുകളുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളതാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടേതായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കേണ്ടതും. അത് മതപരമായിട്ടുള്ള മറ്റേന്തെങ്കിലും തരത്തിലുള്ള നിയമങ്ങളുടെ കീഴിലോ അല്ലെങ്കിൽ ചട്ടങ്ങളുടെ കീഴിലേക്കോ ആയിട്ട് കാണേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്.